ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തനാമത്തിൽ സ്നേഹവന്ദനം. 2 ശമൂവേൽ 8-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 8-ാം അധ്യായത്തിൽ ദാവീദ് ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. താൻ ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ പാർക്കുമ്പോൾ യഹോവയുടെ പേടകം ഒരു തിരശ്ശേരിക്കകത്തിരിക്കുകയാണ്. തന്നെ അനുഗ്രഹിച്ച വഴി നടത്തിയ ദൈവത്തിൻ്റെ പേടകം, ദൈവത്തിൻ്റെ ദിവ്യമായ സാമീപ്യമാണ് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം. അത് വെക്കുവാൻ തക്കവണ്ണം മാന്യമായൊരു സ്ഥലം, ദൈവാലയം പണിയണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ആ കാര്യത്തിൽ ദൈവത്തിൻ്റെ ഹിതമറിയുവാൻ നാഥാൻ പ്രവാചകനോട് അദ്ദേഹം ആവശ്യപ്പെടുകയും നാഥാൻ പ്രവാചകൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ശേഷം ദാവീദിന് അതിന് സാധിക്കുകയില്ല, ദാവീദിൻ്റെ തലമുറകളിൽപ്പെട്ട ഒരു മകൻ അത് ചെയ്യുമെന്ന് അവനെ അറിയിക്കുകയും ചെയ്തു. കാരണം ദാവീദ് നമുക്കറിയാം യുദ്ധത്തിൻ്റെ രാജാവാണ്, അവൻ്റെ കൈകളിൽ രക്തക്കറയുണ്ട്. അതിനുശേഷം ദാവീദ് തൻ്റെ തലമുറകളിലൂടെ അത് സാധിക്കുമെന്നറിഞ്ഞപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവം 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. 8-ാം അധ്യായത്തിൽ വീണ്ടും ദാവീദ് രാജാവായി മറ്റ് രാജ്യങ്ങളെ ഒക്കെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുകയാണ്. ഫിലിസ്ത്യ ദേശത്തെയും മോവാബി ദേശക്കാരെയൊക്കെയും അദ്ദേഹം യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതായി കാണുന്നു. അതുപോലെ പല രാജ്യങ്ങളും യുദ്ധം ചെയ്ത് അദ്ദേഹം ധാരാളം സ്വർണവും വെള്ളിയും ഒക്കെ ശേഖരിച്ചു വയ്ക്കുകയാണ്. ദേവാലയം പണിയണമെങ്കിൽ അതിനതൊക്കെ ആവശ്യമാണ്. അപ്പോൾ തനിക്കത് സാധിക്കുന്നില്ല എങ്കിലും തൻ്റെ തലമുറകളിലൂടെ അത് സാധിക്കുമെന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി അതിന് വേണ്ടതായ ക്രമീകരണങ്ങൾ അദ്ദേഹം ചെയ്യുകയാണ്. അപ്പം അദ്ദേഹത്തിന് ദൈവത്തോടുള്ള ഒരു വലിയ പ്രതിബദ്ധത നമുക്കിവിടെ കാണാൻ സാധിക്കും. പുതിയ നിയമത്തിൽ നമ്മൾ ശേഖരിക്കുന്നത് ഈ ഭൂമിയിലെ സ്വർണവും വെള്ളിയല്ല. ഈ ഭൂമിയിലെ സ്വർണവും വെള്ളിയൊക്കെ നശിച്ചു പോകുന്നതാണ്. പുതിയ നിയമത്തിൽ യഥാർത്ഥ ദൈവാലയം നമ്മുടെ ഹൃദയവുമാണ്. കർത്താവ് ആവശ്യപ്പെട്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. ഈ പുഴുവൻ തുരുമ്പ് നശിപ്പിക്കുന്ന ഭൂമിയിലല്ല, അത് നശിപ്പിക്കാത്ത സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് നിക്ഷേപമുണ്ടാകട്ടെ എന്ന് കർത്താവ് പറഞ്ഞ് നമ്മളിപ്പോഴും ഓർക്കേണ്ടതാണ്. ഈ ഭൂമിയിൽ എത്ര സ്വർണമായാലും വെള്ളിയായാലും എത്ര ദ്രവ്യമായാലും അതെല്ലാം നശിച്ചു പോകുന്നതാണ്. പക്ഷേ സ്വർഗരാജ്യത്തിലുള്ളതായ സമ്പാദ്യം ഒരിക്കലും ആർക്കും അതിനെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല. അതാണ് ദൈവസ്ഥാനത്തിൽ നമുക്കുള്ളതായ ഏറ്റവും വലിയ നിക്ഷേപം. അതാണ് ഓരോ ദിവസവും നമ്മൾ ആ നിക്ഷേപത്തിലേക്കാണ് നമ്മുടെ അധ്വാന ഫലം അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഫലം അവിടെ ചെന്നെത്തേണ്ടത്. അപ്പോൾ ദാവീദ് അപ്രകാരം ദേവാലയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ തലമുറകളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥനാപൂർവം അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 15-ാം വാക്യം ദാവീദ് എല്ലാ ജനതകളോട് നീതിയും ന്യായവുമുള്ളവനായിരുന്നുവെന്നാണ്. ജാതിമത ഭേദമന്യേ തൻ്റെ രാജ്യത്തിലുള്ള സകലരോടും അദ്ദേഹം നീതിപൂർവം പ്രവർത്തിച്ചു. പക്ഷപാതം അവിടെ കാണിച്ചില്ല. ഇന്ന് നമുക്കറിയാം സഭാ നേതൃത്വത്തിലായാലും സാമൂഹിക നേതൃത്വത്തിലായാലും ആ സ്ഥാനം ലഭിക്കുന്നത് വരെ എല്ലാവരും സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്യും. പക്ഷേ ആ സ്ഥാനം ലഭിച്ചതിന് ശേഷം അവർ പൂർണ്ണമായും മാറുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അവിടെ സ്വാർത്ഥതകളും ഒക്കെ അവിടെ കടന്നുകൂടുകയും ആ നിഷ്പക്ഷത എന്ന കാര്യം അവർ വിട്ടുകളയുകയും ചെയ്യാറുണ്ട്. നീതിബോധമില്ലാത്ത രീതിയിൽ പലപ്പോഴും പ്രവർത്തിക്കുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒരു അധികാര സ്ഥാനം ലഭിച്ചു കഴിയുമ്പോൾ വാസ്തവത്തിൽ പൈശാചിക ശക്തികളുടെ പ്രലോഭനങ്ങൾ അവർക്ക് കൂടുതലുണ്ടാവാം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് നേരിട്ടതായ 3-ാമത്തെ പരീക്ഷയിൽ പിശാച് ഉയർന്ന മലയിൽ കൊണ്ടുപോയി ലോകത്തിലുള്ള അധികാരങ്ങളും സമ്പത്തുകളും കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ എൻ്റേതാണ്, എന്നെ നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ വന്ദിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞ് പിശാചിനെ കർത്താവ് അവിടെ അതിജീവിക്കുകയാണ്. അപ്പോൾ അധികാരം എപ്പോഴും ലഭിക്കുന്ന ആളുകളിൽ അതിശക്തമായ പൈശാചിക പ്രലോഭങ്ങൾ ഉണ്ടാവുകയും ശക്തമായ പ്രാർത്ഥനയും സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ ആർക്കും അതിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ ദാവീദിൻ്റെ ഈ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, നമ്മിലൂടെ നടക്കാത്ത കാര്യം നമ്മുടെ തലമുറകളിലൂടെ ദൈവം നടത്തും. അതിനുവേണ്ടി പ്രാർത്ഥനാപൂർവം നമ്മൾ ദൈവസന്നിധിയിൽ പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. രണ്ട്, നമ്മളിപ്പോൾ ഏത് സ്ഥാനത്തായിരുന്നാലും ഏത് പദവിയിലായിരുന്നാലും അവിടെ നീതിബോധത്തോടും സത്യസന്ധതയോടും നിഷ്പക്ഷയോടും കൂടെ പ്രവർത്തിക്കാൻ നമുക്കിടയാകണം. പ്രകാരം സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ശക്തമായി ഇടപെടേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ മാനുഷികമായ ബലഹീനതകളും സാഹചര്യ സമ്മർദ്ദങ്ങളും നമ്മെ കീഴ്പ്പെടുത്തുകയും നമ്മൾ അനീതി പ്രവർത്തിക്കാൻ കാരണമായിട്ട് തീരുകയും ചെയ്യും. ഇതിനിടെയാകാതെ ദാവീദിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ദൈവസ്ഥനിൽ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നിലൂടെ ദൈവം നിറവേറ്റേണ്ടതൊക്കെ എന്നിലൂടെ കാലാകാലങ്ങൾ ദൈവം അത് നിറവേറ്റുമെന്നും, അതല്ല എൻ്റെ തലമുറകളിലൂടെയാണ് ദൈവം അത് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരിലൂടെയും ദൈവം അത് നിർവഹിക്കുമെന്നുള്ള പൂർണ്ണബോധ്യത്തോടും വിശ്വാസത്തോടും ദൈവകരങ്ങൾ നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, പ്രകാരമുള്ള ഒരു പൂർണ്ണ സമർപ്പണത്തിനും പ്രാർത്ഥനയ്ക്കും ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.